കാസർഗോഡ് നെല്ലിക്കുന്ന് കസബ കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കരക്കടിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ഈ മൃതദേഹം മുൻപ് മറ്റെവിടെയോ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയതാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സംസ്ഥാനത്ത് വെച്ചാകാം മുൻപ് പോസ്റ്റ്മോർട്ടം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. ജൂലൈ 11-ാം തീയതി രാവിലെയാണ് നെല്ലിക്കുന്ന് ബീച്ചിൽ 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കരക്കടിഞ്ഞത്. വിവരമറിഞ്ഞ് ടൗൺ പോലീസും തീരദേശ പോലീസും സ്ഥലത്തെത്തി മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് കൂടുതൽ പരിശോധനകൾക്കായാണ് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. പരിയാരത്ത് നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടത്തിലാണ് മൃതദേഹം മുൻപ് മറ്റൊരിടത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതാണെന്ന സൂചന ഫോറൻസിക് സർജന് ലഭിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത രീതി വിലയിരുത്തി ഇത് കർണാടകയിലോ ഗോവയിലോ ഉള്ള ഏതെങ്കിലും ആശുപത്രിയിൽ വെച്ച് നടന്നതാകാം എന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ വിലയിരുത്തൽ. സാധാരണയായി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് ആവശ്യമായി വന്നാൽ വീണ്ടെടുക്കാൻ പാകത്തിലാണ് മറവു ചെയ്യാറുള്ളത്. അത്തരത്തിൽ മറവു ചെയ്ത മൃതദേഹം എങ്ങനെ കടലിൽ എത്തി എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സംഭവത്തിൽ തീരദേശ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.